ഇപ്രാവശ്യം ഇതൊന്നും വിഷുവിന് നൈറ്റ് പോലും വാങ്ങിയില്ല കേട്ടോ. ഇതാട്ടാ എനിക്ക് ഇങ്ങനെ കഴുത്ത് മുറുകി നിന്നിട്ട് അത് ആ സമയത്ത് ശ്രദ്ധയിൽ പോയില്ല. അത് വീട്ടിൽ വന്നിറങ്ങിയുള്ളൂ. ഇന്ന് ഒരു അമ്മമ്മയും കൂടി ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ കുറച്ച് പണിയുണ്ട് ഞങ്ങൾക്ക്. ഇതാ അവിടെ ഒരാൾ പണിയെടുക്കുന്നുണ്ടോ? വന്നില്ല അമ്മ, അങ്ങോട്ട് കേറിയില്ല. അതിന്റെ മുമ്പ് തുടങ്ങി. ഒരാളതിന്റെ മുകളിലുണ്ടോ? അതാ സൂമാക്കല്ല. ബാത്റൂം അതെയോ? ഇന്നലെ പഞ്ചായത്ത് പോയായിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞ് ബാത്റൂം ചെയ്തിട്ട് വാതിലും വെച്ച് കറണ്ട് റെഡിയാക്കിയിട്ട് അപേക്ഷ കൊടുക്കാൻ. ഞായറാഴ്ച ചെയ്യണം. ഹായ് ഹലോ. അപ്പോൾ ഇന്നലെ അല്ല, മിനിയാന്ന് വൈകുന്നേരം വിളിച്ചായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെ ഞങ്ങൾക്കൊരു മരണം ഉണ്ടായിരുന്നു. അപ്പം എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞൊക്കെ പിടിച്ചതായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, പല ഭാഗങ്ങളിലും സൗണ്ട് തീരെ ഇല്ല കേട്ടോ. സൗണ്ട് പോയി. അപ്പോൾ ഇന്ന് വയറ് നിറഞ്ഞത് എല്ലാവർക്കും ഇല്ലേ. ചായ കുടിച്ചതിന് തുല്യമാണ്. ഇൻട്രിയപ്പം പെസഹേൻ്റെ അപ്പവും ഒക്കെ സോഫി ചേച്ചിയൊക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ വന്നപ്പോൾ തന്നെ കുറേ നെയ്യപ്പം ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിന്ന് വയറ് നിറഞ്ഞു. അതുകൊണ്ട് വിശപ്പില്ല, പണിയെടുക്കാൻ ഞാൻ നല്ല ആരോഗ്യത്തോടെ തുടങ്ങിയല്ലേ മോറ്റ. ആ പിന്നെ കളിക്കാൻ വിടാം കേട്ടോ. കമ്പി പണിയായുധങ്ങൾ കുറേ ഇവിടെ ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ മാറ്റി. ഇപ്പോൾ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നേരെ ആക്കാനുണ്ട്. ചെത്തി മണ്ണൊക്കെ എടുക്കണം. ഇത് ആര് കൊണ്ടുവന്നിട്ടാ മോന്റെ മണല്? ആദ്യം ഞാനും. അതുപോലെ രണ്ടാളും കൂടെ ഇന്നലെ അല്ലേ കട്ടാക്കി ഒരു ഇവര് ഒച്ച ഉണ്ടാക്കുന്നോണ്ട് കേൾക്കാൻ. വയനാട് കോഴിക്കോട് ഇതെന്താ പറയാ കൂട് എന്ന് പോലെ ഇത് പറയാൻ കൊടുല്ലേ. വയനാട് എന്താ പറയാ ബസ്സിന് പോയില്ലേ, ആദ്യമായിട്ട് ബസ്സിന് പോയില്ലേ, അങ്ങോട്ട് നോക്കിയാവാൻ കാണിക്കുന്നത്. അപ്പല്ലേ ഈ നേരം ബസ്സിന് കയറാൻ ചെന്നപ്പോ അവിടെ ഈ ബസ് സ്റ്റാൻഡിലില്ലേ കോഴിക്കോട് ഇങ്ങനെ വിളിച്ചു പറയുന്നു. കേട്ടപ്പോ തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ വിളിക്കാം. അതൊന്നും കേക്കാൻ നേരല്ല അമ്മേ. പോലെ മുറ്റത്തേക്ക് ഇറക്കിയതാട്ടോ ഒന്ന് പറയാൻ വേണ്ടിട്ട്. അമ്മ പണി കഴിഞ്ഞ് വന്നതാട്ടോ. അമ്മ രാവിലെ 6:30 പോയത്. അമ്മ 10 പോവും, 8 മണിയാകുമ്പോ അവിടെ എത്തും. ഇന്നിപ്പോ ഞാന് 2 മണിയാകുമ്പോ ഇറങ്ങി. വീട്ടുപണിയാണ്, എല്ലാം കഴിച്ചു വെച്ചിട്ടാണ് അമ്മ വരുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി. ഇപ്പോൾ വിഷുവിന് പക്ഷേ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കാണാൻ പറ്റി. എന്നാലും ഇനി ഞങ്ങൾ ശനിയാഴ്ച അങ്ങോട്ട് പോകാൻ നിൽക്കുക. അതിൻ്റെ മുമ്പ് ആദ്യക്കൂട്ടം ഒന്ന് വിളിച്ചു വരുന്നത്. അമ്മമ്മ വരണം, അമ്മമ്മ എന്തായാലും വരണം, വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചു എത്തുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ കണ്ടില്ലേ പെയിൻറ്റും ഇതെല്ലാം ചേട്ടായിൻ്റെ സ്വന്തം പണിയാണ് കേട്ടോ. വൈറ്റ് സിമെൻ്റ് അടിച്ചതും ഈ പെയിൻറ്റ് ഇതെല്ലാം പ്രൈമർ. പിന്നെ നമ്മൾ സ്വന്തം ചെയ്തുകൊണ്ട് കുറച്ചൊക്കെ പോരായ്മകൾ ഉണ്ടാവും. ഇതിപ്പോൾ ചെയ്യുന്നവർ കാണുമ്പോൾ പറയും ഇത് ശരിയായില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷെ നമ്മളെ ആവശ്യത്തിന് ഇപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ആയില്ല. പിന്നെ ബാത്റൂം ഇത്ര ആക്കി വെച്ചു കേട്ടോ. ഇന്നലെയല്ല, വയനാട്ടിൽ എന്നാ പോയി വന്നേ, മിനിയാന്നല്ല. എന്താ പറ്റിയെന്നറിയില്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ സൗണ്ട് പോയിട്ടുണ്ട്. അതൊന്നാമത് ഈ ഫോണിന് അധികം സൗണ്ട്, കുറച്ച് ഫോൺ വിട്ടുപിടിക്കുമ്പോഴത്തേക്കും സൗണ്ട് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വയനാട്ടിലൊക്കെ പോയി വന്ന അന്നാണ് ഇന്നലെയൊക്കെ കോൺക്രീറ്റ് ചെയ്തത് കേട്ടോ. നേരെ ടൂറെന്ന് പറയാൻ പറ്റില്ല, നമ്മളൊന്ന് അതിലേക്ക് ഒന്ന് പോയിട്ട് വന്നപ്പോൾ അന്ന് രാത്രി കൊണ്ട് നമ്മളിതൊക്കെ ചെയ്ത് തീർത്തു. പിന്നെ അപ്പോൾ ഇനി ബാത്റൂമിൻ്റെ പണിയും കൂടെ കഴിഞ്ഞിട്ട്, പിന്നെ ബാത്റൂമിൻ്റെ പണി അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഡോറും വെച്ച് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് നമുക്കിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ വീട്ടു നമ്പറിന് അപേക്ഷിക്കാനും പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇതുവരെ ഇങ്ങനെ മുൻഭാഗം എടുത്തിട്ടുണ്ട് ഞാൻ.
ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കുറച്ച് ഇനിയുണ്ട് കേട്ടോ, പുറം ഭാഗമൊക്കെ വൈറ്റ് സിമെൻ്റ് അടിക്കാൻ കുറച്ചുകൂടി ഉണ്ട്. പറ്റുന്ന പോലെയൊക്കെ ഇങ്ങനെ സ്വന്തം പണി ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ചേട്ടായി വരുമ്പോഴത്തേക്കും കുറച്ച് മണലൊക്കെ വാരി കൊണ്ടുവന്നിട്ട് ഞങ്ങളെ കുറച്ചേ ഉള്ളൂ അവിടെ, ഇനി ബാക്കിയുള്ളതും കൂടെ ഇവിടെ കുറച്ച് ബാക്കിയുള്ള പാറപ്പൊടി ഉണ്ട്. അത് അമ്മ കോരാ അമ്മ കോരാടാ, അമ്മ കോരാട്ടോ. രണ്ടാളും പിടിക്കാം, അമ്മ കോര. ഇതിപ്പോൾ അല്ലെങ്കിൽ ആവൂല, ചേട്ടായി തോണ്ടി നിൽക്കണ മാറ്. വീട് പണീൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ട മണലായിരുന്നു കേട്ടോ. മണൽ എന്ന് പറഞ്ഞാൽ ഈ തേപ്പിന് കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പം നമുക്കിനി ബാത്റൂമിൻ്റെ പണി തീർത്താലല്ലേ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അപ്പം ഇങ്ങോട്ട് പോരണമെങ്കിൽ ബാത്റൂം ആവണം. ബാത്റൂം ആയിട്ടില്ല. അപ്പോൾ ബാത്റൂമിന് ടൈലിടാനുള്ള മണലും കൂടി അവിടെ ഉണ്ട്. ആ മണ്ണിൻ്റെ ഇടയിലായി പോയി എന്നുള്ളൂ. അപ്പോൾ നമ്മളത് കോരിക്കൊണ്ട് പോയി തിണ്ണയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇടയിൽ പറയുന്നത് കോരി അങ്ങോട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഞായറാഴ്ച എങ്ങനെയെങ്കിലും ടൈൽ ഒട്ടിക്കാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞിട്ടേ. അപ്പം നിലവും ഭിത്തിയിലും ഒട്ടിക്കാനുള്ള അത്രയും വേണം. അതിന് മണൽ വേണം, എനിക്കറിയില്ല കേട്ടോ. എന്താണെങ്കിലും മണൽ വാരി കൊണ്ടുവന്ന് ഇടാൻ പറഞ്ഞപ്പം ഉള്ളത് ഞങ്ങൾ കൊണ്ടുവന്ന് ഇടുമായിരുന്നേ. അപ്പോൾ അങ്ങനെ മത്സരമാണ് കേട്ടോ. കുടുവിന് പിടിക്കണം. ആദ്യക്കുട്ടന് പിന്നെ എന്താ പറയുക, ആദ്യക്കുട്ടന് ഓടി നടന്ന് ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ലേശം തണുപ്പൊക്കെയാണ് കേട്ടോ. എല്ലാ കാര്യത്തിനും അവന് ഇതാണ്. പക്ഷേ ഞങ്ങളെ പോലെ സ്പീഡിൽ അങ്ങനെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ അവനിങ്ങനെ മെല്ലെ മെല്ലെ കോരിയൊക്കെ തരുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, നീ അങ്ങോട്ട് മാറിക്ക്, ഞങ്ങൾ കോരിക്കാളാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുടു അതാ കപ്പിലൊക്കെ പറ്റുന്ന പോലെ കുടു എടുത്തിട്ട് ഓടുന്നുണ്ട് കേട്ടോ. എടാ എടുത്ത് തലയിലേക്ക് വെച്ചതാ, സ്വന്തം എടുത്ത് പൊന്തിക്കാനാവൂല. അതുകൊണ്ട് തലയിലേക്ക്, അയ്യോ എൻ്റെ തലയിലേക്ക് കയറ്റി. പിന്നെ അത് പിടിച്ചോ. ഇത് പിടിച്ചോടാ അതി, വേണ്ട ഞാൻ കണ്ടേക്കോളാം. ഞങ്ങളെ വണ്ടീൻ്റെ ഒച്ചയൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളെ വണ്ടി വന്നെന്ന് തോന്നുന്നുണ്ട്, അച്ഛ വന്നെന്ന് തോന്നുന്നുണ്ട്. കളത്തിലാട്ടോ മണ്ണ് കൊണ്ടുപോകണത്. ഞങ്ങളെ കൊട്ട പൊന്തിച്ച് കൊണ്ടുപോകാനാവില്ല. ഇതാകുമ്പോൾ പറ്റുന്ന വെയിറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്തത്. അതുകൊണ്ട് മോനിച്ച് കഥയൊക്കെ പറഞ്ഞ് കളിയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. മതിയാ എന്നാ കൂടുതൽ പിടിക്കണം, എന്നാലും അമ്മയ്ക്ക് ഇവിടെ ഇടാൻ പറ്റുള്ളൂ മണല്. എന്താ ലൈറ്റ് തെളിയാ, എന്തോ കൊണ്ടുവന്ന് നോക്കട്ടെ. എടാ അച്ഛൻ എന്താ കൊണ്ടുവന്നു കൂടൂ, അച്ഛൻ മിഠായി കൊണ്ടുവന്നിട്ട്. ഞാൻ നോക്കട്ടെ. മണല് ബക്കറ്റൊക്കെ അവിടെ വെച്ചിട്ട് ഇത് പൊട്ടിച്ചേ. ആ എനിക്ക് അറിയില്ല ഏത് പൈപ്പാവും. വലിയ പൈപ്പാ. എന്താകൂ പൊട്ടിക്ക, ലെവലാക്കുക. കാണൂലേ അതിക്കും. ഒന്ന് മോനിച്ചിനും ഒന്ന് അമ്മമ്മയ്ക്കും. ചെറിയമ്മ ചെറിയ അതാ ബക്കറ്റ് അവിടെ കൊണ്ട് വെച്ചേക്ക. ഓരോ കേട്ടോ അച്ചക്ക് വേണ്ട, അച്ചക്ക് വേണ്ട. മണല് അരി ഒട്ടും പാടില്ല അല്ലേ, മണ്ണൊന്നും പാടില്ല. അല്ല എന്താ കൂടെ അച്ഛ ചെയ്യുന്നേ? എന്താ അച്ഛ ചെയ്യുന്നേ പറഞ്ഞു കൊടുക്ക്. കുടുവിന് എന്തോ ഒരു കാര്യം ചെയ്യാൻ നോക്കിയപ്പോൾ ഒച്ച ഉണ്ടാക്കി എൻ്റെ കൂട് പിണങ്ങി നിൽക്കുക കേട്ടോ. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് കൂട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ ചേട്ടാ ബാത്റൂമിൻ്റെ താഴെ അടിഭാഗത്ത് സൈഡ് ചേർന്നിട്ട് നമ്മളിങ്ങനെ കുത്തി പൊളിച്ച ഭാഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഉണ്ട് നമ്മൾ തേച്ച് ലെവലാക്കാൻ. അത് അപ്പോൾ ആ സൈഡ് തേക്കാൻ വേണ്ടിയിട്ട് ചേട്ടായുള്ള ഞങ്ങൾ കൊണ്ടുവന്ന് മണലിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടിയിട്ട് തേച്ചാൽ മതി. അപ്പോൾ അത് തേച്ച് റെഡിയാക്കി വെച്ചിട്ട് പോവാമെന്നും പറഞ്ഞ് അത് ചെയ്യുമായിരുന്നു കേട്ടോ.
അപ്പോൾ ആ കുടു ആദ്യകൂട്ടനാണ് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നത്. കുടുവിനോട് അത് ചുറ്റി പിന്നെ ടേപ്പ് അളവെടുക്കണം. അപ്പോൾ ടൈലിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ അളവെടുത്ത് കടയിൽ കൊണ്ട് നമ്മൾ പോയി ചോദിക്കുമ്പോൾ ഓരോ കടയിലും ഓരോ വിലയൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്കിപ്പം ഏറ്റവും കുറഞ്ഞതാണെങ്കിലും എടുത്ത് പിന്നെ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെങ്കിൽ നമ്മൾ 1, 2, 3 സ്ഥലത്തൊക്കെ ചോദിക്കണമല്ലോ. ഒരു കട തന്നെ ചോദിച്ചാലും പോരാ. അപ്പോൾ ഞങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നത് എടുക്കാമെന്നും പറഞ്ഞ്. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞായറാഴ്ച ആണെങ്കിൽ ഞായറാഴ്ചയാകുമ്പം കിട്ടി എല്ലാം റെഡിയായി ഞായറാഴ്ചത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞാൽ ഞായറാഴ്ച ദിവസം ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഇതാ തേപ്പും നമുക്കറിയാം കേട്ടോ. ഒരുമാതിരിയൊക്കെ ചേട്ടായും തേക്കും കേട്ടോ. പിന്നെ ഭിത്തിയൊന്നും അങ്ങനെ തേക്കാൻ അറിയില്ല. പക്ഷേ എന്നാലും ഒരു ഇങ്ങനെ പോയ ഭാഗങ്ങളൊക്കെ തേക്കാനും സിമൻ്റ് അടിക്കലും പെയിൻ്റ് അടിക്കലും ഒക്കെ ഞങ്ങൾ തന്നെ സ്വന്തം പണിയാണ്. സകല കലാവല്ലഭൻ. അപ്പോൾ അങ്ങനെ ഇതാ ഓരോ പണികളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവിടെ പണിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നാൽ ഇനി വീട്ടിൽ ചെന്നാലും നമുക്ക് പണിയുണ്ടല്ലോ. അപ്പം എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ ഇവർ ഇപ്പോൾ കയറി വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വീട്ടിൽ പോയി വീട്ടിലെ പണി തീർക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ അപ്പോഴത്തേക്കും ചേട്ടായി അവിടെ തേച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം തേക്കാൻ വേണ്ടിയിട്ട് കുഴച്ച മണൽ പിന്നെ ആദ്യം കുഴച്ച് തീർന്നപ്പോഴത്തേക്കും മോനൂസാണ് കേട്ടോ ബാക്കി അടുത്ത പൊടിയൊക്കെ എടുത്ത് മണലും അതിനകത്ത് സിമൻ്റൊക്കെ ഇട്ട് പാകത്തിനാക്കി. അച്ഛൻ പറഞ്ഞു കൊടുക്കും, അവൻ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് റെഡിയാക്കിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചേട്ടായിക്ക്. അപ്പോൾ അവർ 3 ആൾ എന്ത് ചെയ്തു, അവിടെ നിന്നു, അച്ഛനും മക്കളും കേട്ടോ. നമ്മളെ കപ്പളങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കപ്പളങ്ങ 2 പറിച്ചു. ഒന്ന് ഏതാണ്ടൊക്കെ ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. മരത്തിനെന്തോ അസുഖം പിടിച്ചു എന്ന് തോന്നുന്നുണ്ട്. ഇലയൊക്കെ ചുരുണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പളങ്ങയും പറിച്ചു. അമ്മമ്മേനെ കൊണ്ട് പോട്ടെ. ചെന്നിട്ട് ഇനി വീട്ടിൽ പണിയില്ലേ? നമ്മളെ വീട്ടിലേക്ക് പോട്ടെ. എടുക്കാം. ഞാൻ ഈ തേങ്ങയൊക്കെ ഇടുക്കിയിൽ വെക്കട്ടെ. അമ്മമ്മേനെ കൊണ്ട് പോകലേ ചേട്ടാ. അപ്പം നമ്മളെ ജനൽ കമ്പി ഞങ്ങൾ കുറേ ഉരച്ചാണ് കേട്ടോ. എന്നാലും എന്താ പറയുക, നമുക്ക് വലിയൊരു മണ്ടത്തരം പറ്റിയതാണ് കേട്ടോ. കോൺക്രീറ്റ് ചെയ്ത സമയത്ത് ആ സിമെൻറ്റ് അപ്പം തന്നെ തുടച്ച് കളയാതിരുന്നത്. അപ്പോൾ അത് ശരിക്കും ഉരച്ച് കളഞ്ഞാൽ നമുക്ക് ഇനി അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ കിട്ടുന്ന നമ്മളെ കയ്യിൽ വെക്കുന്ന പോലെ പൈസയ്ക്ക് പെയിൻറ്റ് വാങ്ങി നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറ്റുന്ന സമയത്തൊക്കെ അത് കമ്പി റെഡിയാക്കി വെക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഉരച്ചിട്ടും പോവാത്ത ഈ സിമെൻറ്റ് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടാ എന്ത് ചെയ്തു, അതൊക്കെ അവിടെ നിന്ന് കുത്തി നന്നാക്കി തന്നിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോന്നു. അവർ പിന്നെ കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ പോകുന്നത്. അവർ അവിടെ നിന്ന് നന്നാക്കുന്നു. അച്ഛനും മക്കളും കൂടി അവിടെ പണിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി മുകളിൽ വീട്ടിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ മുകളിൽ വന്നപ്പോൾ ഇതാ ശാന്തമ്മ അവിടെ ഉണ്ടായിരുന്നു. താഴത്തമ്മേനോട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് കയറി പോയത് കേട്ടോ. അമ്പിളി ചേച്ചിയും മോളും ആദിശയൊക്കെ വീട്ടിൽ പോയതാണ്. അയ്യോ എന്നും വിചാരിക്കും വിളിക്കണമെന്ന്. അന്ന് കയറിയ സമയം എന്താ 4:15 ക്ലോക്ക് തെറ്റാണല്ലോ. വന്ന് കേറിയോ അച്ഛൻ? എത്രാമത്തെ വിളിയാ? കക്കൂസിന്റെ ഉള്ളിൽ നന്നാക്കാനുള്ള മണലൊക്കെ കുട്ടികൾ കോരിയിട്ട് അത് കഴിഞ്ഞ് വന്നാണ് പണിയെടുക്കുക. ഞങ്ങള് ഇപ്പൊ വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചാൽ അച്ഛനൊരു 3 വിളി വിളിച്ചു കേട്ടോ. നാളെ രാവിലെ ആയിട്ട് വരും അച്ഛേ. നാളെ അവധി. ഞാൻ ശനിയാഴ്ച വരും. എന്നാ നാളെ വരാം. എന്നാലും നോക്കട്ടെ, അല്ലെങ്കിൽ ശനിയാഴ്ച വരാം. അപ്പോൾ അച്ഛന് അമ്മ പണി കഴിഞ്ഞ് വീട്ടിൽ വരെ ഇങ്ങനെ ഇവിടെ എത്തിയോ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ചെല്ലാത്തതിനാണ്. ഞങ്ങൾ സ്കൂൾ പൂട്ടിയാലും എല്ലാവർക്കും വീട്ടിലൊക്കെ 2-3 ദിവസം പോയി നിൽക്കുന്നൊക്കെ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറയും, ഞങ്ങൾ വീട്ടിൽ പോയതാണ്. അപ്പോൾ നമുക്കങ്ങനെ വീട്ടിൽ പോയി നിൽക്കാനും കഴിയുന്നില്ല കേട്ടോ. ജോലിക്ക് പോരുന്നതുകൊണ്ട് എന്താണെങ്കിലും പിന്നെ നമുക്ക് നേരം വെളുക്കുമ്പം എഴുന്നേറ്റ് പണിക്ക് പോരണ്ടേ. പിന്നെ അമ്മ പണിക്ക് പോകുന്നതുകൊണ്ട് മക്കളെയും നിർത്തി പോരാനും പറ്റൂല. അപ്പം പോയാൽ തന്നെ നമ്മൾ വീണ്ടും രാവിലെ എല്ലാം കെട്ടും കിടക്കയായിട്ട് പോരണം. അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ തോന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാൻ തോന്നും. പക്ഷേ പോയാലും പോകുന്നിടത്തുനിന്ന് ഇതെല്ലാം പെറുക്കി കെട്ടി രാവിലെ പോരണ്ടേ. അപ്പോൾ പിന്നെ എവിടെയും പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിഷമമുണ്ട്. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഇന്ന് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ റെഡിയായിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ, മാറ്റം വരുമെന്ന്. അങ്ങനെ ഇതാ അച്ഛനും മക്കളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അവർ വന്ന് ചേട്ടായും കൂടും കൂടെ കുളിക്കാൻ കയറും. പിന്നെ ആദ്യകൂട്ടന് അമ്മ വരുമ്പോഴാണ് അമ്മേൻ്റെ നഖം വെട്ടി കൊടുക്കുന്ന ഒരു കുട്ടി ആദ്യകൂട്ടനാണ് കേട്ടോ. ആദ്യകൂട്ടനാണ് എന്ന് അമ്മ വന്നാലും അമ്മയ്ക്ക് നഖം വെട്ടി കൊടുക്കൽ. അമ്മയ്ക്ക് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഒന്നാമത് കാഴ്ചേൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇങ്ങനെ ഇരുന്ന് വെട്ടുമ്പോൾ അവർക്ക് എത്തൂലല്ലോ. അപ്പം നഖമൊക്കെ വെട്ടി കൊടുക്കുന്ന ആൾ അവനാണ്. പിന്നെ അവന് പകുതി വെട്ടുമ്പോഴത്തേ അവൻ മടുക്കും, പിന്നെ എന്നെ ഏൽപ്പിക്കും. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു പിടിച്ചതാണ്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒട്ടും സൗണ്ട് ഇല്ല കേട്ടോ. ഈ ഫോണിൻ്റെ കുഴപ്പമായിരിക്കണം. അപ്പോൾ വട്ടയപ്പം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സോഫി ചേച്ചി. ഞങ്ങൾക്ക് പൊല്യൂഷൻ്റെ തൊട്ടടുത്താണ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ഒരു കൂട്ടായിട്ടോ അവിടെ. സോഫി ചേച്ചി, സുരേഷ്, അഖിൽ, ഞങ്ങൾ കുറച്ച് പേര്, പിന്നെ തൊട്ടടുത്ത് വിൽസൺ ചേട്ടൻ, അങ്ങനെ നമ്മളെ സ്ഥാപനത്തിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒറ്റപ്പെടലൊന്നുമില്ല കേട്ടോ. ഞങ്ങളിവിടെ നല്ല കൂട്ടായിട്ടാണ് കേട്ടോ പോണത്. നല്ല രസമാണ്. അപ്പം സോഫി ചേച്ചി ഇങ്ങനെ ഇണ്ടരപ്പവും അതുപോലെ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് രാത്രി പിന്നെ ഞാൻ ചോറൊന്നും അധികം വേറെ വെച്ചിട്ടില്ല കേട്ടോ. ഉള്ള ചോറും പിന്നെ മീൻ കറിയും പിന്നെന്താ എന്തൊക്കെ ഉണ്ടായിരുന്നു ഉള്ളതൊക്കെ കൂട്ടി തിന്നാ. പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ മടി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ആവേശത്തിനൊക്കെ അങ്ങോട്ട് ചെയ്യുന്നതാണ്. എന്തെങ്കിലും ലേശം ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ വേണ്ടാന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ അമ്മ വിഷുക്കോടി കൊണ്ടുവന്നുണ്ട്. കാണിച്ചരേ അമ്മ എന്തൊക്കെയാണ് കൊണ്ടുവന്നത്. വിഷുക്കോടി കൊണ്ടുവന്നുണ്ട്. വിഷുക്കോടി കാണിച്ചേരാ കേട്ടോ. കുടുവിനൊരു ടീഷർട്ട്. ഇത് മറച്ചു അല്ലേ. കുടുവിനൊരു ടീഷർട്ട്. ഇത് ആദ്യകൂടന് വാങ്ങിയ ടീഷർട്ട് കേട്ടോ. ആദ്യകൂടന് കൊണ്ടുവന്നത്. പിന്നെ ഇതാ മോനിച്ചിനൊരു ഷർട്ട് ഉണ്ട്. ഇതൊക്കെ ഇട്ട് നോക്കിയിട്ടോ. ഇവര് കടയിൽ നിന്ന് തന്നെ ഇട്ട് നോക്കിട്ടോ. അതാണ് തുറന്നു കൊടുക്കുന്നത്. അമ്മമ്മ കൊണ്ടുവന്നപ്പോ തന്നെ ഇടിയിട്ടിട്ട് പാകാണ് എല്ലാവർക്കും. മോനിച്ചിൻ്റെത് ഇവരൊക്കെ ഇവരിട്ട് നോക്കി. ഞാൻ ഇട്ട് നോക്കിയില്ല. ടവലൊക്കെ ഉണ്ട്. പണ്ട് പലപ്പോഴും തുണി വാങ്ങുമ്പോലെ എങ്ങനെ ടവല് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ ചോദിച്ചു വാങ്ങുമായിരുന്നു. ടവലില്ലേ. ഇതാ ആദ്യം കൊടുവിനും ഏകദേശം ഒരേപോലത്തെ അല്ലേ. കൊടുവിനിട്ട് വാങ്ങി ടീഷർട്ടാണ്. കൊടുവിന് വാങ്ങി. എനിക്കൊരു സൂപ്പറുണ്ട് കേട്ടോ. ഇത് അമ്മേന്റെ ആഗ്രഹത്തിന് വാങ്ങിയതാണ്. അമ്മ പറഞ്ഞ ഓരോ കൂട്ടം ഇട്ട് നടക്കുന്ന കണ്ടിട്ട് അമ്മയ്ക്ക് ഒരു ആഗ്രഹം. ഞാൻ ഇങ്ങനത്തെ ഒന്ന് ഇട്ട് കാണാൻ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞ അമ്മ വാങ്ങിയതാട്ടോ. ഇത് എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ ഞാൻ കേൾക്കുന്നത്. പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. മോൻ അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ടിൻ്റെ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. അഥവാ കോപ്പിറൈറ്റ് ആയ ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വരും. എന്താണേലും വേണ്ടില്ല. കുറേയൊക്കെ ഞാൻ അവിടെ ഇവിടെ കട്ട് ചെയ്തിട്ടൊക്കെ എടുത്തത്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മാക്സി ആണ് കേട്ടോ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഒരു ഓണത്തിനൊന്നും ഒരു പുതിയ മാക്സി പോലും വാങ്ങിയിട്ടില്ല കേട്ടോ. പ്രാവശ്യം എന്തായാലും നമ്മളെ രമണി ചേച്ചീൻ്റെ കടയിൽ നമ്മളെ അറിയുന്ന ചേച്ചിയാട്ടോ. അപ്പോൾ ചേച്ചീൻ്റെ കടയിൽ നിന്ന് എന്ത് ചെയ്തു, തുണി വാങ്ങി അവിടെ തന്നെ തയ്പ്പിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഇങ്ങനെ ഒരുമിച്ച് പൈസ കൊടുക്കണ്ട. നമുക്ക് അത്യാവശ്യമുള്ള അടിവസ്ത്രങ്ങളൊക്കെ വാങ്ങി അതുപോലെ മാക്സി വാങ്ങിയിട്ടോ. അപ്പം അത് നമ്മൾ കയ്യിലുള്ളതുപോലെ കുറേശ്ശെ കൊടുത്ത് തീർത്താൽ മതി എന്ന് ചേച്ചി പറഞ്ഞതുകൊണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇപ്രാവശ്യം ഒരു മാക്സിയും കുറച്ച് അങ്ങനെയുള്ള വാങ്ങിയിട്ട സാധനങ്ങൾ. പിന്നെന്താ പറയുക, അപ്പോൾ ഇത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ ഇതിനു മുമ്പ് എനിക്ക് ഇതുപോലത്തെ ഒരു ടോപ്പ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പറയുന്നൊക്കെ ഉണ്ട്, പക്ഷേ പാട്ട് കാരണമാട്ടോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പം ഞാനത് ഇടാതെ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ടോപ്പൊക്കെ കുഞ്ഞിട്ടയും വാങ്ങി തരാറുണ്ട്. വല്ലപ്പോഴൊക്കെ ആണെങ്കിലും വാങ്ങാറുണ്ട്. പക്ഷേ ഇത് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ദൂരോട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇടുക നല്ലത്. ഇതിലെ കൂടെ ഇടാനൊരു ബുദ്ധിമുട്ടാണ്. വീട്ടിലിടാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എളുപ്പം നൈറ്റിയാണ് കേട്ടോ. സുഖവും എല്ലാം നൈറ്റിയാണ്. അപ്പോൾ പിന്നെ നൈറ്റി അങ്ങ് എടുത്തിട്ട് നമ്മളെ പണി കഴിഞ്ഞല്ലോ. പിന്നെ വയനാട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് ചേച്ചീൻ്റെ നൈറ്റി എനിക്ക് കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചേച്ചീൻ്റെ നൈറ്റി എത്രയായിട്ടും കയറുന്നില്ല. ഞാൻ കൊണ്ടുപോയ നൈറ്റി ഒരു ദിവസം ഞാൻ ഇട്ടു, പിന്നെ എനിക്ക് നൈറ്റി കയറുന്നില്ല. അപ്പോൾ ചേട്ടായി പിന്നെ അവിടെ വയനാട്ടിലെ കടകളിലൂടെയൊക്കെ പോയി നോക്കി നൈറ്റി തുണി കിട്ടാനുണ്ടോ എന്നിട്ടൊന്ന് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടാനില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ട ടീഷർട്ടും 2 പീസ് പോലത്തത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിഷുക്കോടി കേട്ടോ. അല്ലാതെ വേറെ പിന്നെ എല്ലാവർക്കും ഓരോ ചെരുപ്പ് വാങ്ങി തന്നു കേട്ടോ. എല്ലാവരും ചെരുപ്പും പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മോനുസിൻ്റെ ആദ്യകൂട്ടൻ്റെയും കുടുവിൻ്റെ ഒക്കെ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയായി. അങ്ങനെ എല്ലാവർക്കും ഓരോ ചെരുപ്പും വാങ്ങി. ആ ഒരു ചിലവ് ഇപ്രാവശ്യം വിഷുവിന് വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതെല്ലാം കഴിഞ്ഞതാ ഇത്രയൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങളെല്ലാം വിശേഷങ്ങൾ. നമ്മൾ വീട് പണി ഈ ഒരു അവസ്ഥയിലേക്ക് അവിടെ വരെ എത്തി നിൽക്കുന്നു. വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചോറ് തിന്നു. ഞാൻ ചോറ് കഴിച്ചിട്ടില്ല. നമുക്ക് സോഫി ചേച്ചി തന്നുവിട്ട അപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുറേശ്ശെ കഴിച്ച് അങ്ങനെ സത്യം പറഞ്ഞാൽ എല്ലാവരും കഴിച്ച് എഴുന്നേറ്റ് പോയിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവസാന ഭാഗം ഇതിപ്പോൾ തന്നെ സമയം കുറച്ചധികം നീണ്ടു പോയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് പലതും വിട്ടതാണ് കേട്ടോ. പറഞ്ഞാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വ്ളോഗ് പോലെ പിടിച്ചതായിരുന്നു. പക്ഷേ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കട്ട് ചെയ്ത് സ്പീഡ് കൂട്ടി അങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഈ ഫോണിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് നമ്മൾ പറയുന്ന പല ഭാഗങ്ങളും സൗണ്ട് തീരെ കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ തന്നെ വോയിസ് കൊടുക്കണം. അപ്പോൾ വന്നപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടി അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരോടെല്ലാവരോടും ഒരായിരം നന്ദി പറയുന്നു. പിന്നെ ആദ്യക്കുട്ടൻ്റെ ക്ഷീണം കൊണ്ട് അവൻ ഈ ക്ലാസ്സും പഠനവും ഫുട്ബോൾ കളിയും അത് കഴിഞ്ഞിട്ടുള്ള പണിയും വീട്ടിലെ പണി അങ്ങനെ അവനൊരു ആവേശമാണ് കേട്ടോ എന്ത് പണിയെടുക്കാനും. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ അവനൊരു ക്ഷീണം ഉണ്ടാവും, വേഗം ഉറങ്ങും കേട്ടോ. പിന്നെ അവൻ്റെ ഒരു സമയമുണ്ട്, ആ സമയം ഒരു 9:30 ആകുമ്പോഴത്തേ അവൻ ഉറങ്ങും. പിന്നെ അതെല്ലാം കഴിഞ്ഞു, എല്ലാവരും കിടന്നു. അമ്മയൊക്കെ കിടന്നിട്ടുണ്ട്. ഇനി അടുക്കളയിൽ കുറേ പണികളുണ്ട്, പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഞാനതെല്ലാം കഴുകി കഴിഞ്ഞിട്ടാണ് കിടന്നത്. പിന്നെ അമ്മ രാവിലെ തൊട്ട് ഒരു വീട്ടിലെ പണി മുഴുവനും കഴിഞ്ഞിട്ട് വരുന്നതല്ലേ. അപ്പോൾ പിന്നെ അമ്മേനെ കൊണ്ട് പിന്നെ വീട്ടിൽ വന്ന ഒരു പണി എടുപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ അമ്മ എങ്ങനെയും ഭക്ഷണം കഴിച്ച് എവിടെയും കിടന്നോട്ടെ എന്നാട്ടെ വിചാരിക്കാറുള്ളൂ. അപ്പോൾ അമ്മ കിടന്നു, ആദ്യക്കുട്ടൻ എല്ലാവരും കിടന്നു. പിന്നെ ഇതും ഞാൻ പറഞ്ഞു പിടിച്ചാണ്, നിങ്ങളൊന്നും കേൾക്കില്ല, നിങ്ങൾക്ക് ദേഷ്യം വരുള്ളൂ. അതുകൊണ്ട് ഞാനത് കളഞ്ഞാണ് കേട്ടോ. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരോടും താങ്ക്സ് പറയുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടോട് ഒന്ന് മാത്രമാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പം ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം പുതിയ വീഡിയോ ആയിട്ട് പറ്റുന്നത് പോലെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ കാണാം.